ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വിവേക ചൂടാമണിയിൽ 28 ശ്ലോകങ്ങളാണ് പഠിച്ചത്. അവിടെ അധികാരിയെക്കുറിച്ച് നിരൂപണം ചെയ്തപ്പോൾ വിവേകം തുടങ്ങിയ സാധനാസമ്പത്തിയെ ചിന്തിച്ചു. ഓരോന്നോരോന്നായിട്ട് വിചാരത്തിന് വിധേയമാക്കി. വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, ഒടുവിൽ മുമുക്ഷുത്വവും. അവസാനം പഠിച്ചത് അഹങ്കാരം തുടങ്ങി ദേഹത്തിൽ അവസാനിക്കുന്ന അജ്ഞാനകൽപ്പിതങ്ങളായ സകല ബന്ധങ്ങളെയും സ്വരൂപബോധം കൊണ്ട് മോചിപ്പിക്കാനുള്ള ഇച്ഛയാണ് മുമുക്ഷുത്വം എന്നാണ്. ഇത് വാസ്തവത്തിൽ അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അത് പഠിച്ചതല്ലേ? അതെ. അത് വാസ്തവത്തിൽ വേദാന്തം പഠിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് അത് മനസ്സിലാവില്ല, ആ നിർവചനം. അവിടെ മുമുക്ഷുത്വം എന്ന് പറയേണ്ടത് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനം, അല്ലെങ്കിൽ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനം, അതുമല്ലെങ്കിൽ ജനന മരണങ്ങളുടെ ആവർത്തന ചക്രത്തിൽ നിന്നുള്ള മോചനം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വേദാന്തം പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് മുമുക്ഷുത്വം എന്നുള്ളത് മനസ്സിലാവും. ആ മോചനത്തിനുള്ള ഇച്ഛയാണ് മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ. ഇവിടെ അഹങ്കാരത്തിൽ ആരംഭിച്ച് ദേഹത്തിൽ അവസാനിക്കുന്ന അജ്ഞാനകൽപ്പിതങ്ങളായ സകല ബന്ധങ്ങളെയും സ്വരൂപബോധം കൊണ്ട് മോചിപ്പിക്കാനുള്ള ഇച്ഛയാണ് മുമുക്ഷുത്വം എന്നാണ് പറയുന്നത്. ഇത് സാധാരണ തലത്ത് മനസ്സിലാവില്ല, വേദാന്തം പഠിച്ചവർക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ അതിനെ വിചാരം ചെയ്യുന്ന സമയത്ത് നമ്മൾ പലവിധ ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ബന്ധനങ്ങൾ? എന്തൊക്കെയായിട്ട് നാം നമ്മെ ബന്ധിച്ച് വെച്ചിരിക്കുന്നു? താദാത്മ്യങ്ങളാണ് ബന്ധങ്ങൾ. ഇപ്പം ദേഹവുമായി ബന്ധപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നവയും അവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അങ്ങനെ നമ്മുടേതായ കരണങ്ങളിൽ അല്ലെങ്കിൽ ഉപാധികളിൽ നാം എന്നുള്ള ഭാവന കൊണ്ട് അതിനെയൊക്കെ ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുക. ഇതല്ല താൻ സച്ചിദാനന്ദ പരിപൂർണമായ ആത്മാവാണ് എന്ന ബോധത്തിൽ ഈ ധാരണകൾ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു പോകുന്നു. അങ്ങനെ
താൻ തന്നെ കെട്ടിവെച്ചിരിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് തന്നെ തന്നെ മോചിപ്പിക്കുന്നു. ആ മോചിപ്പിക്കാനുള്ള ഇച്ഛയാണ് മുമുക്ഷുത്വം എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ പ്രാഥമിക തലത്തിൽ ഇപ്പോൾ അത് മോക്ഷത്തിനായിക്കൊണ്ടുള്ള ഇച്ഛ. അപ്പം എന്താ മോക്ഷത്തിനായിക്കൊണ്ടുള്ള ഇച്ഛ എന്ന് പറഞ്ഞാൽ? എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനത്തിനായിട്ടുള്ള ഇച്ഛ, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പാരതന്ത്ര്യങ്ങളിൽ നിന്നും മോചനത്തിനായിട്ടുള്ള ഇച്ഛ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രാഥമിക തലത്തിൽ മനസ്സിലാവും. പക്ഷേ ഇവിടെ ഭാഷ്യകാരൻ ഇങ്ങനെയാണ് പറയുന്നത്. കുറച്ചും കൂടി മുന്നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പം നമുക്ക് ഒരു സംശയം വരും, ഇത് ശരിയാണോ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ പറയണത്? മനസ്സിലാവുന്ന ഭാഷയിൽ വേണ്ടേ പറയുക? ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പ്രസ്ഥാനത്രയ ഭാഷ്യം, അതായത് ഉപനിഷത്തുക്കളുടെയും ഭഗവത്ഗീതയുടെയും ബ്രഹ്മസൂത്രങ്ങളുടെയും ഭാഷ്യം, അത് പ്രഥമമായി ചെയ്ത ശേഷം അടുത്ത ഘട്ടത്തിലാണ് സകല പ്രകരണ ഗ്രന്ഥങ്ങളും വരുന്നത്. ഈ പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ശിഷ്യോപദേശാർത്ഥമുള്ളവയാണ്, എല്ലാ പ്രകരണ ഗ്രന്ഥങ്ങളും. ഇപ്പം ചിലത് വളരെ ലളിതമായ തലത്തിൽ നമുക്ക് കാണാം. ഉദാഹരണം പറഞ്ഞാൽ പ്രാഥമിക തലത്തിൽ നിന്ന് ആരംഭിച്ച് വേദാന്തത്തിൻ്റെ സമുന്നതമായ തലം വരെ നമ്മളെ എത്തിക്കുന്ന ക്രമത്തിലാണ് സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം. ലളിതമായിട്ടുള്ള ആരംഭമാണ്. എന്നാൽ ഉപദേശശാസ്ത്രി വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഒന്നിച്ചു പോവുള്ളൂ. സുലളിതമായ ശൈലിയിലാണ് ആത്മബോധം. കുറച്ച് വേദാന്താഭ്യാസം ചെയ്തിട്ടുള്ളവർക്കേ വാക്യവൃത്തി ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വ്യത്യസ്ത തലങ്ങളിൽ പ്രകരണങ്ങൾ എങ്ങനെ വന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്ത അധ്യയന തലങ്ങളിലുള്ള ശിഷ്യർക്കുള്ള ഉദ്ബോധനങ്ങളായിരുന്നു ഇവ. അത് സമാഹരിക്കപ്പെട്ടു, രേഖപ്പെടുത്തപ്പെട്ടു. അത് പ്രകരണ ഗ്രന്ഥങ്ങളായി നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അധികാരി ഭേദമനുസരിച്ചുള്ള ഭാഷാ ഭേദങ്ങൾ ഇതിലൊക്കെ കാണുമെന്നുള്ളത്. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇതേ വിഷയം ഭഗവാൻ ഭാഷ്യകാരൻ്റെ സ്തോത്രകൃതികളിലുണ്ട്. ബ്രഹ്മാത്മനിഷ്ഠയിൽ സ്വയം ഉറച്ചിരിക്കുന്ന ആചാര്യശ്രേഷ്ഠന് പ്രത്യേകം ദേവതാസ്തുതികളുടെ ആവശ്യമില്ല, നമുക്കൊക്കെ അറിയാം. അവിടെ പ്രാർത്ഥനകളോ ദേവതാസ്തുതികളോ വരില്ല. ചെയ്തുകൂടാന്നല്ല, വരില്ല. ചെയ്യാം, അവിടത്തേക്ക് ചെയ്യാൻ പറ്റാത്തത് എന്ത്? പക്ഷേ സ്വാഭാവികമായിട്ട് സ്വസാധനയായിട്ട് വരില്ല. അപ്പോൾ അദ്വൈതനിഷ്ഠനായ ആചാര്യൻ സ്തോത്രങ്ങൾ രചിച്ചിരിക്കുന്നു. നമുക്കെന്ത് മനസ്സിലാക്കാം? വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ട ഭക്തന്മാർക്ക് ഉപകാരം ചെയ്യത്തക്ക രീതിയിലാണ്. അപ്പം ആർക്ക് വേണ്ടി രചിക്കുന്നുവോ അവരുടെ തലത്തിലേക്ക് സ്വയം അങ്ങോട്ട് ചെല്ലുക, എന്നിട്ടാണ് രചന. ഇത് പല കൃതികളിൽ നമുക്ക് കാണാം. ഏറ്റവും രസകരമായ ദൃഷ്ടാന്തം തോന്നിയിട്ടുള്ളത് ദേവി അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ മയാ പഞ്ചാശീതേരധികമപനീതേ വയസ്സി. അമ്മേ, എനിക്ക് 85 വയസ്സ് കഴിഞ്ഞു കേട്ടോ, ഇനിയും നിൻ്റെ കൃപ ഉണ്ടാവണില്ല, പക്ഷെ എന്താ ചെയ്യുക? അല്ല, എനിക്കല്ല, പേരുദോഷം നിനക്കാ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 85 വയസ്സ് കഴിയേ
അതെങ്ങനെയാ? ആകെ ശരീരം 32 വയസ്സ് വരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ആ പ്രായമുള്ള ഒരു ഭക്തന് വേണ്ടിയിട്ടാണ് അവിടെ രചിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെയാണ് വൈഷ്ണവരിൽ വൈഷ്ണവനായിട്ട്, ശൈവരിൽ ശൈവനായിട്ട്, ശാക്തേയരിൽ ശാക്തേയനായിട്ട് ഭാഷ്യകാരൻ തീരുന്ന വലിയൊരു ഒരു 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 ഭാവപ്പകർച്ച നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ ഇതിനെല്ലാം ഉപരി സ്വരൂപനിഷ്ഠനായതുകൊണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത് ഈ മുമുക്ഷുത്വത്തിന് നിർവചനം പറഞ്ഞപ്പോൾ വരുന്നൊരു ചോദ്യമാണിത്. ഇത് വേദാന്തം പഠിച്ചു തുടങ്ങുന്നവർക്ക് മനസ്സിലാവുമോ ഇതൊക്കെ എന്നുള്ളതിന് മറുപടിയാണ്. ശരി, തുടർന്ന് പറയുകയാണ്, ഈ സാധനാ സമ്പത്തി, വിവേക, വൈരാഗ്യ, ശമാധി, ഷഡ്ക, മുമുക്ഷുത്വങ്ങൾ എല്ലാവരിലും ഒരുപോലെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇവ നാലും പരിപക്വമായിട്ട് വേദാന്താഭ്യാസം ചെയ്യാവൂ എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. ഇവ നാലും പരിപക്വമായിട്ട് വേദാന്താഭ്യാസം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ മറുപടി. ഈ നാലും പരിപക്വമായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ വേദാന്തം? അപ്പോൾ ഇതിൻ്റെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? നോക്കൂ, മന്ദമധ്യമരൂപാപി വൈരാഗ്യേണ ശമാദിന പ്രസാദേന ഗുരോസേയം പ്രവൃദ്ധാ സൂയതേ ഫലം. മന്ദമധ്യമരൂപാണി വൈരാഗ്യേണ ശമാദിന പ്രസാദേന ഗുരോസേയം പ്രവൃദ്ധാ സൂയതേ ഫലം. ഇപ്പം ഈ മുമുക്ഷുത്വം തന്നെ മന്ദം, മധ്യമം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ വാസ്തവത്തിൽ മന്ദം, മധ്യമം എന്ന് മാത്രമൊന്നും അല്ല മുമുക്ഷുത്വം. മന്ദം, മധ്യമം, തീവ്രം, അതിതീവ്രം, ഇങ്ങനെയൊക്കെ പലതരത്തിൽ മുമുക്ഷുത്വത്തെ പറയാറുണ്ട്. അതിപ്പോൾ എങ്ങനെയാ ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയാം. അത് നമ്മുടെ രാമേട്ടനാണ്. നിധി കിട്ടിയെന്ന് കേട്ടു. ഏത് രാമേട്ടനാ? അത് കിഴക്കേലെ രാമേട്ടനാണ്. എന്തൊരു അത്ഭുത, നിധിയാ കിട്ടിയത്. അതേന്നെ, സമയമാകുമ്പോൾ ഒക്കെ വന്നു ചേരും. അതൊരു അത്ഭുതം തന്നെയാണ്. അതുപോലെ മോക്ഷമൊക്കെ വേണ്ടതാണ്. മുമുക്ഷുത്വമൊക്കെ ഉണ്ട്, മോക്ഷം വേണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിനൊക്കെ ഒരു സമയമുണ്ട്. അതിപ്പോൾ രാമേട്ടന് നിധി കിട്ടിയതുപോലെ മുമുക്ഷുത്വം ഇങ്ങോട്ട് വന്ന്, മോക്ഷം ഇങ്ങോട്ട് വന്നാൽ നമുക്ക് സ്വീകരിക്കാം. വേണ്ടത് തന്നെയാണ്, ഇതൊക്കെ വേണ്ടത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇത് അതിമന്ദ മുമുക്ഷുത്വമാണ്. പിന്നെ മന്ദമുമുക്ഷുത്വമുണ്ട്. മന്ദമുമുക്ഷുത്വം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്ലാവിൽ എപ്പോഴും ചക്ക ഉണ്ടാവുക? ഇല്ല. മാവിലെപ്പോഴും മാങ്ങ ഉണ്ടാവില്ല. ഇതൊക്കെ പണ്ട് കാലത്ത് പറയണതാണ്. ഇപ്പം എല്ലാ കാലത്തും ഉണ്ടാവുന്ന ജാതി പ്ലാവും ഉണ്ട്, മാവും ഉണ്ട്. കഴിഞ്ഞൊരു മാസം ഒരു കൂട്ടർ റബ്ബർ എസ്റ്റേറ്റ് മുഴുവൻ മുറിക്കുക, റബ്ബർ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി അവിടെ പ്ലാവ് നടുക. കാരണം ചക്കയുടെ വിഭവങ്ങൾ കോടിക്കണക്കിന് രൂപ എക്സ്പോർട്ട് ചെയ്യാൻ, വരുമാനം ഉണ്ടാക്കാൻ പ്രാപ്തമാണ്. ഇപ്പോൾ ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറി, വലിയ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിന് റോ മെറ്റീരിയലായിട്ട് ചക്കയാണ് കിട്ടേണ്ടത്, പഴുത്ത ചക്ക. ധാരാളം ചക്ക. എത്ര മാസം ആവശ്യമുണ്ട്?
12 മാസം ആവശ്യമുണ്ട്, സീസണലല്ല. അപ്പോൾ അത്തരം പ്ലാവ് നട്ട് വളർത്തുക. അത് സന്തോഷം. അത് കേട്ടപ്പോൾ കണ്ടപ്പോൾ ഈ റബ്ബറൊക്കെ പോയിട്ട് അത് വരിക എന്നുള്ളത്, റബ്ബർ വേണ്ടാന്നല്ല പറഞ്ഞത്, റബ്ബറും വേണം, എന്നാലും പ്ലാവ് വരിക എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം. അപ്പം അവിടെ എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രത്യേകതരം പ്ലാവ് 12 മാസം ഉണ്ടാവും. അതുപോലെ മാവ് 12 മാസം ഉണ്ടാവും. ഇതല്ല, അത് പഴയ ദൃഷ്ടാന്ത. അപ്പം അതൊക്കെ സീസണിലുണ്ടാവും. അതുപോലെ നമുക്കും ഒരു പ്രായമാവുമ്പോൾ ഒരവസ്ഥയിലെത്തുമ്പോൾ മോക്ഷമൊക്കെ വന്നു ചേരും. അത് നേരത്തെ പറഞ്ഞ രാമേട്ടർക്ക് നിധി കിട്ടിയ പോലെയല്ല, ഇത് നിശ്ചയമായിട്ടും വരും. ആ സീസൺ വരുമ്പോൾ ചക്ക ഉണ്ടാവും, മാങ്ങ ഉണ്ടാവും. അതുപോലെ നിശ്ചയമായിട്ടും വന്നു ചേരും. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കാത്തിരിക്കുക. എന്താ, വളം കൊടുക്കണം, വെള്ളം കൊടുക്കണം, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ചെയ്ത് നിത്യചിട്ട വേണം കേട്ടോ, വളരെ ചിട്ട വേണം. ചിട്ടയോടുകൂടി ജീവിച്ച് മോക്ഷത്തിന് കാത്തിരിക്കണം. ഇതാണ് മന്ദന്മാരുടെ മുമുക്ഷുത്വം. ഇനി വേറൊന്നുണ്ട്. അങ്ങനെ കാത്തിരുന്നാലൊന്നും ശരിയാവില്ല. മോക്ഷം വേണമെങ്കിൽ ഗുരുനാഥനെ പ്രാപിക്കണം. അങ്ങനെ ഗുരുനാഥനെ പ്രാപിച്ച് ഗുരുനാഥൻ്റെ അടുത്ത് സാധനാനുഷ്ഠാനങ്ങളോടുകൂടി ജീവിതം നയിച്ച് വിവേക, വൈരാഗ്യ, ശമാധി, ഷഡ്ക, മുമുക്ഷുത്വങ്ങളൊക്കെ നേടി ഗുരുനാഥനെ പ്രാപിച്ച് ഗുരുനാഥൻ്റെ അടുത്ത് ശ്രവണം ചെയ്ത് ആ ശ്രവണാനന്തരം നല്ല പോലെ മനനം ചെയ്ത് അങ്ങനെ നിധിധ്യാസത്തിലൂടെ തത്വബോധം വന്നാൽ മോക്ഷം വരും. അപ്പോൾ വേണ്ടതെന്താ? ശരിയായ ഗുരുനാഥനെ പ്രാപിച്ച് ഈ ശാസ്ത്രമാർഗത്തിൽ പോവുകയാണ് വേണ്ടത്. എന്നാൽ മുക്തി വരും. അതിനായിക്കൊണ്ട് മറ്റെല്ലാ വ്യവഹാരങ്ങളും ഉപേക്ഷിച്ച് അങ്ങനെ ഗുരുവിനെ പ്രാപിക്കാം. ഇതാണ് തീവ്ര മുമുക്ഷുത്വം. ബാക്കി എല്ലാവരും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അപ്പോൾ പിന്നെ അതിതീവ്രം ഇതൊന്നുമല്ല. നോക്കൂ, നമ്മൾ ചുട്ട് പൊള്ളുന്നൊരു കനലിൽ അല്ലെങ്കിൽ ഇരുമ്പ് പഴുത്ത് കിടക്കുന്ന ഒരു ലോഹത്തിൽ തൊട്ടുപോയി എന്ന് വിചാരിക്കുക. ഗുരുനാഥ പൊള്ളിയിട്ടുണ്ട്, കൈ വലിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണോ കൈ വലിക്കുക? ആണോ? അല്ലല്ലോ. എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട് ഗുരുനാഥ, വലിക്കട്ടെ. ഗുരുവിന് അനുവാദം ഉണ്ടെങ്കിൽ വലിക്കാം എന്നാരും പറയാറില്ല. തൊട്ടപ്പോഴത്തേക്ക് വലിച്ചു. ഇതുപോലെ ഈ സംസാരത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ഇത്ര അനർത്ഥമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഗുരുവില്ല, ശാസ്ത്രമില്ല, ഒന്നുമില്ല, എല്ലാം വിട്ടൊരു പോക്ക. ഒരു ബന്ധവുമില്ല, ഒന്നുമായിട്ട് സംഘമില്ല. അതിതീവ്രമാണ്. ഇങ്ങനെ മുമുക്ഷുത്വം തന്നെ പല ജാതിയിലുണ്ട്. ഇപ്പം ഇവിടെ പറയണത് മന്ദമധ്യമ രൂപാഭി എന്നാണ്. മന്ദമുമുക്ഷുവും മധ്യമ മുമുക്ഷുവും ആണെങ്കിലും ഉത്തമ മുമുക്ഷു അല്ല. ഉത്തമ മുമുക്ഷുത്വമൊന്നും ആയിട്ടില്ല. ഒരു മന്ദമായൊരു മുമുക്ഷുത്വമേ ഉള്ളൂ. വേണം കേട്ടോ, മോക്ഷമൊക്കെ വേണം. മോക്ഷം വേണം. ഞാനതിന് പരിശ്രമിക്കും. എന്താ പിന്നെ, ഞാൻ വേദാന്തമൊക്കെ പഠിക്കില്ലേ? അവിടെ ഇന്ന ദിവസം ക്ലാസ് ഉണ്ട്, ഇവിടെ ഇന്ന ദിവസം ക്ലാസ് ഉണ്ട്, അപ്പുറത്ത് ഇന്ന ദിവസം ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും പോയി വേദാന്ത തത്വമൊക്കെ ഒന്ന് മനസ്സിലാക്കി അങ്ങനെ എനിക്ക് മോക്ഷത്തിലേക്ക് ഉയരാം എന്ന് വിചാരിക്കുന്ന മന്ദന്മാർ, അതാണ് മന്ദമുമുക്ഷുത്വം. ഈ മന്ദന്മാർ അതുപോലെ മധ്യമന്മാർ അങ്ങനെയൊന്നുമല്ല. സകലം വിട്ട് മോക്ഷത്തിനായിക്കൊണ്ട് ഗുരുനാഥനെ അങ്ങോട്ട് പ്രാപിച്ചിട്ടുള്ളതായ മധ്യമന്മാർ. ഇങ്ങനെയൊക്കെ ഉള്ളതായ മുമുക്ഷുത്വം ആണെന്ന് നിൽക്കുക. ഉത്തമമൊന്നും ആയിട്ടില്ല. നേരത്തെ പറഞ്ഞ പൊള്ളുന്നെടുത്ത് തൊട്ടിട്ട് വിട്ട പോലെയൊന്നും ആയിട്ടില്ല. അങ്ങനെ മന്ദമുമുക്ഷുത്വവും മധ്യമ മുമുക്ഷുത്വവും ആണെങ്കിൽ പോലും വൈരാഗ്യേണ ശമാധിന ഗുരോഹോ പ്രസാദേന ച, ഈ മന്ദമുമുക്ഷുത്വത്തിൻ്റെ അല്ലെങ്കിൽ മധ്യമ മുമുക്ഷുത്വത്തിൻ്റെ കൂടെ വൈരാഗ്യവും ശമാധിയും ഗുരുവിൻ്റെ പ്രസാദവും ഉണ്ടെങ്കിൽ, ഇപ്പം എന്തൊക്കെയാണ്
ഒന്ന് പറയണത് വൈരാഗ്യം, രാഗം ഒഴിഞ്ഞ അവസ്ഥ, രാഗമൊഴിഞ്ഞ അവസ്ഥ. എല്ലാ വിധത്തിലുമുള്ള രാഗം ഒഴിഞ്ഞിരിക്കുന്നു. രാഗം സുഖാനുശയീ, സുഖത്തിനായിക്കൊണ്ട് വിഷയങ്ങളോടുള്ള ഒട്ടിച്ചേരലിനാണ് നമ്മൾ രാഗം എന്ന് പറയണത്. അതിന് നേരെ വിപരീതമാണ് ദ്വേഷം. ഇത് ദുഃഖഹേതുവാകും എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് ഒന്നിനെ അകറ്റാനുള്ള ദൃഢമായ ഇച്ഛയാണ് ദ്വേഷം. ഇത് രണ്ടും ഒന്നിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ്, രാഗവും ദ്വേഷവും. ഈ രാഗം തീർത്തും ഒഴിഞ്ഞിരിക്കുന്ന വൈരാഗ്യം, നേരത്തെ പഠിച്ചു, വൈരാഗ്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് നേരത്തെ. അതുപോലെ ശമാദിന, ശമം തുടങ്ങിയവ കൊണ്ട്, ശമം തുടങ്ങിയവ ഓരോന്നായി നമ്മൾ പഠിച്ചതാണ്. ശമം, ദമം, ഉപരതി, ദീക്ഷ, ശ്രദ്ധ, സമാധാനം, ഇത്രയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വൈരാഗ്യവും ശമാധി ഷഡ്കവും ഉണ്ട്. മുമുക്ഷുത്വം പൂർണ്ണമായിട്ടില്ല, തീവ്ര മുമുക്ഷുത്വം ആയിട്ടില്ല. മന്ദവും മധ്യമവുമായ മുമുക്ഷുത്വമാണ് ഉള്ളത്. എങ്കിൽ തന്നെയും കുഴപ്പമില്ല. വൈരാഗ്യവും ശമവും ശമാധി ഷഡ്കസമ്പത്തി ഉണ്ടെങ്കിൽ ഈ മുമുക്ഷുത്വം വർദ്ധിച്ചോളും. എങ്ങനെ? ഗുരോഹോ പ്രസാദേന, ഗുരുവിൻ്റെ പ്രസാദം കൊണ്ട്, ഗുരുപ്രസാദം കൊണ്ട്, ഗുരുനാഥൻ്റെ പ്രസാദം കൊണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അത് മുഖ്യമാണ്. ഗുരുപ്രസാദം കൊണ്ട് സാ ഇയം മുമുക്ഷുത, ഈ മുമുക്ഷുത്വം ഉണ്ടല്ലോ, ഏത് മന്ദമധ്യമ രൂപയായിട്ടുള്ള മുമുക്ഷുത്വം, അത് സൂയതേ ഫലം, ഫലത്തെ ചെയ്യുന്നു, ഫലത്തെ ഉണ്ടാക്കുന്നു, ഫലത്തെ പ്രസവിക്കുന്നു. സൂയത എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നു, ഉണ്ടാക്കുന്നു, ഫലത്തെ ഉണ്ടാക്കുന്നു. നിശ്ചയമായും ഫലം ചെയ്യും. എന്താ ഫലം? മോക്ഷം, തത്വബോധം. തത്വബോധം തദ്വാര മോക്ഷമാണ് ഫലം. ആ ഫലത്തിലേക്ക് നമ്മളെ എത്തിക്കും. ഇതാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് തീവ്ര മുമുക്ഷുത്വമൊന്നും ഇല്ല, അല്ലെങ്കിൽ ഉത്തമ മുമുക്ഷൊന്നും ആയിട്ടില്ല, എങ്കിലും സാരമില്ല. വൈരാഗ്യവും ശമാധി ഷഡ്കവും ഉണ്ടെങ്കിൽ ഗുരുനാഥൻ്റെ പ്രസാദം കൊണ്ട് ഫലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് പറയുന്നത്. വ്യക്തമാണല്ലോ? നോക്കൂ, വൈരാഗ്യം ച മുമുക്ഷുത്വം തീവ്രം യസ്യ തു വിദ്യതേ തസ്മിന്നേവാർത്ഥവന്തഃ സ്യു ഫലവന്തഃ ശമാദയഃ. ഏതയോർമന്ദതാ യത്ര വിരക്തത്വമുമുക്ഷയോഃ മരൗ സലിലവത്തത്ര ശമാദേർഭാസമാത്രതാ. വൈരാഗ്യം ച മുമുക്ഷുത്വം തീവ്രം യസ്യ തു വിദ്യതേ തസ്മിന്നേവാർത്ഥവന്തഃ സ്യുഃ ഫലവന്തഃ ശമാദയഃ. വൈരാഗ്യം ച മുമുക്ഷുത്വം, വൈരാഗ്യവും മുമുക്ഷുത്വവും യസ്യ യാതൊരാൾക്ക് തീവ്രം വിദ്യതേ, തീവ്രമായിട്ടുണ്ടോ. ഇപ്പം വൈരാഗ്യവും മുമുക്ഷുത്വവും അതിതീവ്രമായിട്ട് യാതൊരാൾക്കുണ്ടോ? ഇപ്പം തീവ്രമായ വൈരാഗ്യമുണ്ട്, തീവ്രമായ മുമുക്ഷുത്വമുണ്ട്. അപ്പം മറ്റ് സാധനങ്ങളിലൊക്കെ കുറച്ച് ന്യൂനത ഉണ്ട് എന്നർത്ഥം. കുറച്ച് ന്യൂനത, അത്രയേ ഉള്ളൂ, ഇല്ലായ്മയില്ല. ഇപ്പം എല്ലാം തികഞ്ഞിട്ട് ആരും ഉണ്ടാവില്ല. ഒന്ന് രണ്ട് കൂടിയിരിക്കുമ്പോൾ 3-4 കുറഞ്ഞിരിക്കും.
അല്ലേ? പക്ഷേ ഈ വൈരാഗ്യവും മുമുക്ഷുത്വവും തീവ്രമായിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, പറയാണ് തസ്മിന്നേവാർത്ഥവന്തസ്യുഹു ഫലവന്തഃ ശമാദയഃ. ശമാധി ഷഡ്ക സമ്പത്തി അവരിൽ അർത്ഥമുള്ളവയാകും. എന്താ അർത്ഥമുള്ളവയാകും എന്ന് പറഞ്ഞാൽ? അർത്ഥവന്തഃ എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളവ, പ്രയോജനം ചെയ്യുന്നവ എന്നർത്ഥം. മോക്ഷമാകുന്ന പ്രയോജനത്തിലേക്ക് നയിക്കുന്നവയായി തീരും. എന്ത്? ശമാധി ഷഡ്ക സമ്പത്തി. അപ്പോൾ ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം എന്നിവ അല്പം ഒന്ന് കുറഞ്ഞു പോയിച്ചാലും ഇല്ലാതാവരുത്. ഇല്ലാത്ത ആൾക്ക് വേദാന്ത അഭ്യാസം സാധിക്കില്ല. പ്രായോഗികമായിട്ട് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ചിന്തിക്കണം. നമ്മളെപ്പോഴും ഞാനെല്ലാം തികഞ്ഞ ആളാണെന്നാണ് വിചാരിക്കുക പലപ്പോഴും. പക്ഷേ ഒന്ന് മാറിയെന്ന് ചിന്തിച്ചാൽ ഏതൊരാൾക്കും എനിക്ക് ഇന്നത് നന്നായിട്ടുണ്ടെന്നും ഇന്നതിൽ കുറവുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റും. ഇല്ലേ? അതെ, ഒന്ന് മാറി ചിന്തിക്കണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. പൊതുവേ നമുക്ക് നമ്മളെ വിഷയത്തിൽ മാറി ചിന്തിക്കാൻ പറ്റാറില്ല. മറ്റുള്ളവരുടെ വിഷയത്തിലൊക്കെ നമ്മൾ മാറി ചിന്തിക്കും, ഉപദേശങ്ങൾ കൊടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ അതിൽ പൊട്ടുപോകും നമ്മൾ. ഒന്ന് മാറി നിരീക്ഷിച്ചാൽ നമ്മളിൽ ഏത് സാധനയുടെ ആധിക്യമുണ്ടെന്നും ഏത് സാധനയുടെ ന്യൂനത ഉണ്ടെന്നും നമുക്ക് തന്നെ മനസ്സിലാവും. സംശയമൊന്നുമില്ല, ഇത്രയും മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്ക്. അപ്പോൾ ശമാധി ഷഡ്കത്തിൽ അല്പം ന്യൂനത വന്നാലും ഇനി ഈ അല്പം തന്നെ ചിലത് കൂടിയും കുറഞ്ഞു ഇരിക്കും. ഇപ്പോൾ ശമവും ദമോ ഏകദേശം ഒന്നിച്ചാൽ പോവുക. അപ്പം അതിനനുസരിച്ച് ചിലപ്പോൾ കുറച്ചൊരു എന്താ പറയുക, സമാധാനത്തിന് ചെറിയൊരു കുറവുണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ തിദീക്ഷയ്ക്ക് കുറച്ചൊരു കുറവുണ്ട് വെച്ചോ. ചിലപ്പോൾ തിദീക്ഷ നല്ലോണം ഉണ്ടാവും, സമാധാനം നല്ലോണം ഉണ്ടാവും, പക്ഷേ ശമവും ദമവും കുറച്ചൊന്ന് കുറഞ്ഞു നിൽക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി. മനസ്സിനെ പലതിലേക്ക് ഓടിപ്പോകുന്നതിൽ നിന്നൊക്കെ പിടിക്കാൻ പറ്റും, ഇന്ദ്രിയങ്ങൾ ഓടിപ്പോകുന്നതിൽ നിന്ന് പിടിക്കാൻ പറ്റും. പക്ഷേ എന്തെങ്കിലുമൊക്കെ വേദന വരുമ്പോൾ സഹിക്കാൻ വയ്യായ്യ, ഈ ദുഃഖം വരുമ്പോൾ സഹിക്കാൻ വയ്യായ്യ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതാ പറഞ്ഞ അവിടെ തിദീക്ഷ കുറഞ്ഞു. ഇങ്ങനെ ഓരോന്നും നമ്മൾ സ്വയം ചിന്തിക്കണം. അപ്പം ശമാധി ഷഡ്കത്തിൽ കുറച്ചൊരു കുറവ് വന്നു, പക്ഷേ വൈരാഗ്യവും മുമുക്ഷുത്വവും തികഞ്ഞുണ്ടെങ്കിൽ സാരമില്ല, ശമാധി ഷഡ്കം അർത്ഥമുള്ളവയാകും, പ്രയോജനത്തെ ചെയ്യും. അത് നമ്മളെ വേദാന്തത്തിൻ്റെ താത്പര്യത്തിലേക്ക് നമ്മളെ നയിക്കും, മുക്തിധാമത്തിലേക്ക് ഉയർത്തും എന്ന് പറയുകയാണ്. അതാണ് ഫലവന്തഃ, അർത്ഥവന്തഃ, അർത്ഥമുള്ളവയാകും, ഫലത്തെ ചെയ്യുന്നവയാകും. ഏത്? ശമാദയഃ, ശമം തുടങ്ങിയവ. ശമം തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ ശമാധി ഷഡ്കം. ശമം, ദമം, ഉപരതി, തിദീക്ഷ, ശ്രദ്ധ, സമാധാനം എന്നിവ. വ്യക്തമാണല്ലോ, ഇത് നമ്മൾ വിസ്തരിച്ച് പഠിച്ചതാ. എന്നാൽ ഇത് രണ്ടും കുറവാണെങ്കിലോ? ഇത് വൈരാഗ്യവും കുറവാണ്, മുമുക്ഷുത്വവും കുറവാണ്. അപ്പോഴോ വൈരാഗ്യവും കുറവ്, സാരമില്ല, മുമുക്ഷുത്വവും കുറവ്. അപ്പം എന്താ ഒരാളുടെ സ്ഥിതി? അതാ പറയണത്, ഏതയോർ മന്ദതായത്ര വിരക്തത്വമുമുക്ഷയോ മരൗ സലിലവത്തത്ര ശമാദേർഭാസമാത്രത. ഏതയോർ മന്ദത, ഇവ രണ്ടിൻ്റെയും മന്ദതയിൽ. എത്ര എവിടെയാണോ ഇവ രണ്ടിൻ്റെയും മന്ദതയുള്ളത്? ഏത് രണ്ടിൻ്റെയും? വൈരാഗ്യ മുമുക്ഷുത്വങ്ങളുടെ. വിരക്തത്വ മുമുക്ഷയോഹോ, വൈരാഗ്യത്തിൻ്റെയും മുമുക്ഷുത്വത്തിൻ്റെയും മന്ദത വളരെ ഉണ്ട്, വളരെ മന്ദായിട്ടേ ഉള്ളൂ. ചെറിയൊരു വൈരാഗ്യമുണ്ട്,
ചെറിയൊരു മുമുക്ഷുത്വമുണ്ട്. തരക്കേടില്ല, മോക്ഷമൊക്കെ വേണ്ടത് തന്നെയാണ് എന്നുള്ളൊരു സങ്കല്പമുണ്ട്. പിന്നെ രാഗങ്ങളിലൊക്കെ കുറച്ചൊന്നും കുറവുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് പറയാണ് ശമാദേഹേ, ശമം തുടങ്ങിയവയുടെ ഭാസമാത്രത, കാണുന്നേ ഉള്ളൂ, ഒരു ഫലം അതുകൊണ്ടുണ്ടാവില്ല. അപ്പോൾ ശമാധി ഷട്കം ഉണ്ടല്ലോ എനിക്ക്, പിന്നെന്താ, ശമാധി ഷട്കം ഉണ്ടെങ്കിലും അത് കാണാനേ ഉള്ളൂ, പ്രയോജനം ചെയ്യില്ല. ഏതുപോലെ മരവ് സലിലവത്, മരുവിൽ വെള്ളം പോലെ. ഇപ്പം മരുപ്രദേശത്ത്, മരുഭൂമിയിൽ നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ വെള്ളം കാണും. ഇപ്പം വെള്ളമില്ലേന്ന് ചോദിച്ചാൽ വെള്ളമുണ്ട്, കാണുന്നില്ലേ, കാണുന്നുണ്ട്. അവിടെ പോയി നോക്കിയാലോ വെള്ളം ഉണ്ടാവില്ല, അവിടെ മണൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മണൽ മാത്രം. സമുദ്രം പോലെ മണൽ പരപ്പ, പക്ഷേ നമ്മൾ കാണും വെള്ളം. നമുക്കിപ്പോൾ ഇത് കാണാൻ വേണ്ടി മരുഭൂമിയിലൊന്നും പോകണ്ട, നല്ല വളവും തിരിവും ഇല്ലാത്ത റോഡ് നോക്കിയാൽ മതി. വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൊക്കെ ഡ്രൈവ് ചെയ്യണ സമയത്ത് ശരിക്ക് വെള്ളം ഓളം വെട്ടുന്നത് കാണും. അതെ, ഇപ്പോൾ ഈ മഴയുള്ളപ്പോൾ കാണില്ല, വേനൽക്കാലത്ത് ശരിക്ക് കാണും. അപ്പോൾ അവിടെ വെള്ളമില്ലേ? വെള്ളമുണ്ട്. വെള്ളമുണ്ടോ? വെള്ളമില്ല. ഇപ്പം ഇല്ലാത്ത വെള്ളം ഉള്ളതായി കാണും. എന്നല്ല, മുമ്പിൽ പോകുന്ന വാഹനങ്ങളുടെയൊക്കെ പ്രതിരൂപം കാണും, അതിൽ നമ്പർ പ്ലേറ്റ് അടക്കം കാണും, ക്ലിയറായിട്ട് കാണും. എന്താണെന്ന് വെച്ചാൽ അത് ഭ്രാന്തിയാണ്, ആ ഭ്രാന്തി ദർശനമാണ്. ഈ ഭ്രാന്തി ദർശനമാണ് മരുഭൂമിയിലെ ജലം പോലെ എന്നുള്ള ദൃഷ്ടാന്തത്തിൽ പറഞ്ഞത്. മൃഗതൃഷ്ണിക എന്ന ആചാര്യന്മാർ ആവർത്തിച്ച് വേദാന്ത ഉപദേശങ്ങളിൽ പറയും. മൃഗതൃഷ്ണിക എന്ന് പേര് വരാൻ കാരണം തൃഷ്ണദാഹം അകറ്റാൻ വേണ്ടി അവിടെ വെള്ളമുണ്ട് എന്ന സങ്കല്പത്തിൽ അവിടെ കുടിക്കാൻ വേണ്ടി പോവും മാനുകൾ. അപ്പം അത്രയും ദൂരെ വെള്ളം കാണും, അപ്പം അത്രയും ദൂരെ പോവും, അത്രയും ദൂരെ കാണും, അത്രയും ദൂരെ പോവും. ഇവർ പോയി ചുട്ട് പൊള്ളി ദാഹിച്ച് ആ മരുഭൂമിയിൽ വീണ് ചാവും. അതാണ് മൃഗങ്ങളുടെ, മാനുകളുടെ തൃഷ്ണാശമനത്തിനുള്ള പ്രവൃത്തിക്ക് കാരണമാകുന്നത് കൊണ്ടാണ് മൃഗതൃഷ്ണിക എന്ന് പറയുന്നത്. മൃഗം എന്ന് പറഞ്ഞാൽ മാൻ. അതില്ല. അപ്പം ഭാസമാത്രത, മരുവിലെ ജലം പോലെ കേവലം കാണപ്പെടുന്നു എന്നേ ഉള്ളൂ. ഏത്? ശമാധി ഷട്കം. അത് പ്രയോജനത്തെ ചെയ്യില്ല. ആർക്ക്? ആരിൽ മുമുക്ഷുത്വവും വിരക്തിയും അതിമന്ദമാണോ. ഇനി ഇവിടെ വേറൊരു വിഷയം വരുന്നുണ്ട് കേട്ടോ, അതിവിടെ ചർച്ച ചെയ്യുന്നില്ല, ഇവിടെ അത് ചർച്ച ചെയ്യുന്നില്ല. ഈ പറഞ്ഞ സാധനകളിൽ എല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എല്ലാത്തിലും ന്യൂനത ഉണ്ടെന്ന് വിചാരിച്ചോളൂ. പക്ഷേ വിവേകവും ശ്രദ്ധയും പൂർണ്ണമായിട്ടുണ്ടെന്ന് വിചാരിക്കുക. പൂർണ്ണമായ ശ്രദ്ധയാണ്. അപ്പം പറയുകയാണ്, അയാൾക്കൊരിക്കലും വീഴ്ച ഉണ്ടാവില്ല, പതനം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഗുരുനാഥനിലും ശാസ്ത്രത്തിലും ഉറച്ച വിശ്വാസമുണ്ട്. അയാൾക്കപ്പോൾ പരമമായ മുക്തിയിലേക്ക് അയാൾ ഉയർന്നില്ലെങ്കിലും അയാൾക്ക് പതനം ഉണ്ടാവില്ല, സാധനാമാർഗത്തിൽ അയാൾ വീണു പോവില്ല. കാരണം ഗുരുവിൽ ഉറച്ച ശ്രദ്ധ ഒന്ന് മാത്രം മതി വീണു പോവാതിരിക്കാൻ. ശ്രദ്ധയും വിവേകവും. ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളത് വേണ്ടതുപോലെ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ മന്ദരൂപമാണെങ്കിൽ, മധ്യമരൂപമാണെങ്കിലും ഗുരുനാഥൻ്റെ പ്രസാദവും വൈരാഗ്യവും ശമാധിയും ഉണ്ടെങ്കിൽ കാര്യസാധ്യം ഉണ്ടാവും. അതുപോലെ വൈരാഗ്യവും മുമുക്ഷുത്വവും തീവ്രമായിട്ടുണ്ടെങ്കിൽ ശമാധി സഫലമായി തീരും.
വൈരാഗ്യവും മുമുക്ഷുത്വവും മന്ദമാണെങ്കിൽ ഇതര സാധനങ്ങളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. അപ്പോൾ മുമുക്ഷുത്വം വേണം. അതാണ്, അയാളാണ് ഇവിടെ അധികാരി. ഇതാണ് ഇപ്പം ചെയ്ത നിരൂപണത്തിൻ്റെ തുടർച്ചയായി പറയുന്നത്. നോക്കൂ, തുടർന്ന് വളരെ പ്രസക്തമായ മറ്റൊരു വിഷയം പറയുകയാണ്. ഇതിനനുബന്ധമായിട്ട്, ഈ ചർച്ചയുടെ അനുബന്ധം പോലെയാണ്, അല്ലാണ്ട് ഈ ചർച്ചയുടെ തുടർച്ചയല്ല, അനുബന്ധം പോലെ പറയുന്ന ഒരു ഭാഗമാണ് അടുത്തത്. നോക്കൂ, മോക്ഷകാരണ സാമഗ്രിയം ഭക്തിരേവ ഗരീയസി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ സ്വാത്മതത്വാനുസന്ധാനം ഭക്തിരിത്യപരേ ജഗുഃ. മോക്ഷകാരണസാമഗ്ര്യാം ഭക്തിരേവ ഗരീയസി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ സ്വാത്മതത്വാനുസന്ധാനം ഭക്തിരിത്യപരേ ജഗുഃ. ഇവിടെ സാമാന്യമായി വേദാന്ത പ്രകരണങ്ങളിലൊക്കെ വേദാന്ത അനുസന്ധാനത്തിന് അധികാരി ആരാണ് എന്ന വിഷയം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ സാധനാസമ്പത്തിയെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ. വിവേകം, വൈരാഗ്യം, മുമുക്ഷുത്വം, അതുപോലെ ശമാധി, ഷഡ്കം, ഇവയെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളൂ. എല്ലാ പ്രകരണങ്ങളിലും അങ്ങനെയുള്ളൂ. എന്നാൽ പല പ്രകരണങ്ങളിലും ഭക്തിയെക്കുറിച്ചുള്ള വിചാരം വരുന്നുണ്ട്. അത് പക്ഷേ അധികാരി നിരൂപണ സന്ദർഭത്തിലല്ല. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായിട്ട് വിവേകചൂഡാമണിയിൽ സാധനാസമ്പത്തിയെ നിരൂപണം ചെയ്ത് പൂർത്തിയാക്കുന്ന സമയത്ത്, ഇതോടുകൂടി കഴിയാണ്, സാധനാസമ്പത്തിയുടെ നിരൂപണം കഴിഞ്ഞു. ആ ഒരു സന്ദർഭത്തിൽ വിശിഷ്ടമായ ഭക്തിയെക്കുറിച്ചുള്ള പ്രതിപാദനം കൂടിയുണ്ട്. ഇത് മറ്റ് പ്രകരണങ്ങളിൽ നിന്നുള്ള ഒരു വിലക്ഷണതയാണ്, ഭിന്നതയാണ്. ശ്രദ്ധിക്കുക. ഇവിടെ ഭക്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ സാമാന്യമായി ലൗകികമായി മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഭക്തിയായിട്ട് ഇവിടെ വളരെ വ്യത്യാസം ഉണ്ടാവും. ഭക്തിക്ക് പുതിയൊരു മാനം നൽകുകയാണിവിടെ ഭഗവാൻ ഭാഷ്യകാരൻ. നോക്കൂ, മോക്ഷസാധന സാമഗ്രിയാം, വേറൊരു പാഠം മോക്ഷകാരണ സാമഗ്രിയാം. ആരുടെ പുസ്തകത്തിൽ മോക്ഷകാരണ സാമഗ്രിയാം എന്നാണോ അവിടെ മോക്ഷസാധന സാമഗ്രിയാം എന്ന് പാഠഭേദം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആരുടെ പുസ്തകത്തിൽ മോക്ഷസാധന സാമഗ്രിയാം എന്നാണോ അവിടെ മോക്ഷകാരണ സാമഗ്രിയാം എന്ന് പാഠമുണ്ടെന്ന് മനസ്സിലാക്കുക. മോക്ഷത്തിന് കാരണമാകുന്ന സാമഗ്രിയിൽ, അവിടെ സാമഗ്രിയിൽ എന്ന ഏകവചനത്തെ അർത്ഥഗ്രഹണത്തിന് ബഹുവചനമാക്കണം. മോക്ഷസാധന സാമഗ്രികളിൽ മോക്ഷകാരണ സാമഗ്രിഷു, മോക്ഷകാരണ സാമഗ്രികളിൽ ഭക്തിരേവ ഗരീയസി, ഭക്തി തന്നെയാണ്
ഗരീയസി, ഗരിഷ്ഠയായിട്ടുള്ളത്, ഏറ്റവും ബലവത്തായിട്ടുള്ളത്, ശക്തയായിട്ടുള്ളത്, പ്രബലയായിട്ടുള്ളത്. അപ്പം മോക്ഷത്തിനായിക്കൊണ്ടുള്ള ഒട്ടനവധി സാമഗ്രികളുണ്ട്. അതിൽ ഭക്തി തന്നെയാണ് ഏറ്റവും പ്രബല. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവും. കാരണം ഭക്തി ബഹുജന പ്രസിദ്ധമാണ്. ഇപ്പം ചിലരൊക്കെ പറയുക തന്നെ ചെയ്യും, ഈ വേദാന്തൊന്നും പഠിക്കാനാവില്ല അപ്പനെ, അതൊന്നും ശരിയാവില്ല, പിന്നെ കുറച്ച് ഭക്തിയൊക്കെ ആണെങ്കിൽ തിരക്കേടില്ല എന്നൊക്കെ പറയണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ധാരാളം പേര് അങ്ങനെ ഉണ്ട്. അവരെന്താ ഭക്തി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വൈകാരികമായത് കൊണ്ട് അത് എളുപ്പമാണ് എന്നുള്ളതാണ്. സന്തോഷം, നല്ലത് തന്നെ. ഒരാൾക്ക് എന്താണോ വേണ്ടത് അത് സ്വീകരിക്കാം. ഒരാൾ എന്താണോ കാണുന്നത് അതാണ് അയാളുടെ കാഴ്ച, അതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല. എന്താണ് ഒരാളുടെ കാഴ്ച അതാണ് അയാളുടെ കാഴ്ച, അല്ലേ? നമ്മൾ കാണണല്ലേ നമ്മൾ കാണണേ. ഹേയ് ഞാൻ കാണുന്ന പോലെ നീ കാണണമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അതില്ല. അപ്പോൾ നമ്മുടെ ദൃഷ്ടി വേറെ ആൾക്ക് വെച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരാൾ പറയുകയാണ് ഭക്തിയാണ് സ്വാമി നല്ലത്, ഭക്തിയാണ് നല്ലത്, പിന്നല്ലാണ്ട് ഭക്തിയാണ് നല്ലത്. പക്ഷേ പലപ്പോഴും അയാൾ ഭക്തിയാണ് എന്ന് പറയുമ്പോൾ എന്തായി ഭക്തി എന്ന് മനസ്സിലാക്കിയിട്ടാവില്ല പറയണത്. അവിടെയാണ് പ്രശ്നം. അപ്പം ഇവിടെ ഭക്തിയെ സംബന്ധിച്ച് വേദാന്ത സംഹിതമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ് ഭാഷ്യകാരൻ. എന്താണ്? സ്വസ്വരൂപാനുസന്ധാനം ഭക്തി ഇതി അഭിധീയത്തെ. സ്വസ്വരൂപാനുസന്ധാനം, സ്വന്തം സ്വരൂപത്തെ പിന്തുടരുന്നത്, വിചാരം ചെയ്യുന്നത് ഭക്തിയാണ് എന്ന് പറയപ്പെടുന്നു. ആര്? ഞാൻ ആരാണ്? ഞാൻ ആരാന്ന് വെച്ചാൽ ഞാൻ തന്നെ, അത് തന്നെ. ആ ഉത്തരം കിട്ടിയാൽ മതി. ആ ഉത്തരം കിട്ടിയാൽ നമ്മൾ വിജയിച്ചു. ഇല്ലേ? ഞാൻ തന്നെ എന്നുള്ള ഉത്തരം അനേക ലക്ഷം പേരിൽ ഒരാൾക്കേ കിട്ടുള്ളൂ. ബാക്കി ഓരോരുത്തരും ഇപ്പം ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ആരാ? ഞാൻ ശരീരവുമായി ബന്ധപ്പെട്ട് പറയും, ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ കറുത്തിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ്, ഞാൻ മെലിഞ്ഞിട്ടാണ്, അങ്ങനെ പലതും. ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഗൃഹസ്ഥനാണ്, വാനപ്രസ്ഥനാണ്, അങ്ങനെ പലതും. ഇങ്ങനെ ശരീരേന്ദ്രിയ പ്രാണ മനോബുദ്ധികളോട് താതാത്മ്യപ്പെടുമ്പോൾ ഞാൻ ഇന്നത് എന്ന് ഭിന്നമായിട്ടാണ് കാണുന്നത്. ഞാൻ ബുദ്ധിമാൻ, ഞാൻ പാമരൻ, ഞാൻ നല്ല ഗായകൻ, ഞാൻ നല്ല എഴുതുന്ന ആൾ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ചിലതൊക്കെ എന്താ പറയണമെന്ന് തന്നെ മനസ്സിലാവില്ല. ചിലർ പറയാറുണ്ട്, പരിചയപ്പെടുമ്പോൾ ഞാനൊരു എഴുത്തുകാരനാണ്. എഴുത്തുകാരൻ എന്താ? എഴുത്തുകാരൻ ആധാരം എഴുത്തുകാരനാണ്. എന്തെഴുത്തുകാരനാണ്? കണക്കെഴുത്തുകാരനാണ്. ഒക്കെ എഴുത്തുകാരല്ലേ? അല്ല എന്താ അഭിപ്രായം? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാനൊരു എഴുത്തുകാരനാണെന്ന് പറഞ്ഞാൽ അവിടെ കഥ എഴുതുന്ന ആളെന്നോ നോവൽ എഴുതുന്ന ആളെന്നോ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നോവൽ എഴുതുന്ന ആളെന്ന് പറഞ്ഞൂടെയൊക്കെ, ഞാൻ കഥ എഴുതുന്ന ആളെന്ന് പറഞ്ഞൂടെ? കാരണം ആധാരം എഴുത്തുകാരനാണ്, കണക്കെഴുത്തുകാരനാണ്, ഒക്കെ എഴുത്തുകാരൻ തന്നെയാണ്. ഇന്നലെ ഒരാൾ പറഞ്ഞു, അല്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ല സ്വാമി, കുടിക്കുമ്പോഴാണ് കുഴപ്പം.
ഞാൻ ചോദിച്ചു, കുടിക്കുമ്പോൾ എങ്ങനെയാണ് കുഴപ്പമുണ്ടാവുക? അതെങ്ങനെ മനസ്സിലായില്ല? മനസ്സിലാവാത്തോണ്ടാ. കുടിക്കുമ്പോൾ എങ്ങനെയാണ് കുഴപ്പമുണ്ടാവുക? നമ്മളൊക്കെ കുടിക്കില്ലേ? ഇല്ല. ഞാനൊക്കെ രാവിലെ തുടങ്ങും കുടി, ഉണർന്നു കഴിഞ്ഞാൽ ഒട്ടനെ കുടിയുണ്ട്. അതൊരു ശീല. ഉണർന്നുണ്ടാകാൻ തന്നെ കുറച്ച് കുടിക്കണം, എന്നാലേ വയറൊക്കെ നേരെ നിൽക്കൂ. അവിടെ നിന്നോട്ട് അതുവരെ കുടിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ടും കുടിച്ചു. അപ്പം എവരുദ്ദേശിച്ച മദ്യം എന്തൊരു കഷ്ടത്! മദ്യം ഇത്ര സാമാന്യമായോ? മദ്യം വിശേഷമല്ലേ? മദ്യത്തെ സാമാന്യമാക്കരുത് നമ്മുടെ ഭാഷ. നമ്മളെങ്കിലും അങ്ങനെ പറയരുത് ദയവ് ചെയ്തിട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മദ്യത്തെ സാമാന്യമാക്കുകയാണ്. മദ്യം സാമാന്യമല്ല, മദ്യം വിശേഷമാണ്. ശരിയല്ലേ പറഞ്ഞേ? അല്ല, ഇത്ര സാമാന്യമാക്കേണ്ട ഒരു നല്ല വസ്തുവാണോ മദ്യം? അപ്പോൾ മദ്യപിച്ചാൽ തന്നെ പറയണം. ചാരായം കുടിച്ചാൽ, അല്ലെങ്കിൽ ബ്രാൻഡി കുടിച്ചാൽ, അല്ലെങ്കിൽ മറ്റേത് കുടിച്ചാൽ, ഇത് കുടിച്ചാൽ, അത് സ്പെസിഫിക്കായി പറഞ്ഞോട്ടെ, ഒരു വിരോധവും ഇല്ല. അല്ലാതെ കുടിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്തൊരർത്ഥമുള്ളൂ? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായിട്ട് വരുന്നതാ ഉദ്ദേശിച്ചതെന്നുള്ളത്. പക്ഷെ അവരെ കൊണ്ട് തിരുത്തിക്കണമല്ലോ, അതുകൊണ്ടാണ്. നമ്മളൊക്കെ കുടിക്കില്ലേ? അല്പം മുമ്പ് നമ്മൾ തന്നെ ഒന്നിച്ചിരുന്ന് കുടിച്ചില്ലേ? പിന്നെന്താ പ്രശ്നം? എന്നിട്ട് അയാൾക്കൊരു തകരാറും കണ്ടിട്ടില്ലല്ലോ. ഇത് ഭാഷ നമ്മൾ ശരിക്കും പ്രയോഗിക്കണം, അത് ശ്രദ്ധിക്കുക. അപ്പം ഇത് പറയാൻ കാരണം ഈ ഞാൻ ആര് എന്ന അന്വേഷണത്തിൽ നമുക്ക് ഈ ഉപാധികളുമായിട്ടുള്ള താതാത്മ്യമാണുള്ളത്. ചിന്തിക്കുക. താൽക്കാലികങ്ങളായ ഒട്ടനവധി താതാത്മ്യങ്ങൾ, വെറും താത്കാലികം അല്ല. എന്തൊക്കെയായിട്ടാണ് ഞാനിന്ന് മനസ്സിലാക്കണം? ഒക്കെ വരണവും പോണവും. അതിൽ നിന്ന് മാറി. അപ്പം ശരീരത്തെ സംബന്ധിച്ച് മാത്രമല്ല, ശരീരവുമായി ബന്ധപ്പെടുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നതുമായിട്ട് താതാത്മ്യപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കണേ. ശരീരവുമായിട്ട് മാത്രമല്ല, ശരീരവുമായി ബന്ധപ്പെടുന്നതെന്ന് നാം വിചാരിക്കുന്നതുമായിട്ടും താതാത്മ്യപ്പെടും. ഇല്ല? മനസ്സിലായില്ല? എന്താ ചെയ്യുക? മനസ്സിലായില്ല? നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന ഒരു അത്യബദ്ധമുണ്ട്. ദയവ് ചെയ്ത് നമ്മുടെ മക്കളോട്, നിങ്ങളോടിപ്പോൾ ആരോടിപ്പോൾ അല്ലാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മളെ മക്കളെന്നേ പറയുള്ളൂ. അല്ലാണ്ട് ചെറുപ്പക്കാരന്മാരുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ ഉണ്ട് പറഞ്ഞു കൊടുക്കേണ്ട ആൾ. ശരിയാ, പറഞ്ഞു കൊടുക്കേണ്ട ആളും ഉണ്ട് ഇവിടെ. കല്യാണം കഴിയാത്ത ആളുണ്ട്. വളരെ അപകടമായിട്ടുള്ള ഒന്ന് എന്നെ സംബന്ധിച്ച് ഒരു തരത്തിൽ അംഗീകരിക്കാൻ വയ്യ. ഞാൻ അംഗീകരിക്കേണ്ട ആവശ്യം എന്താ? ഞാനാരാ ഇതൊക്കെ അംഗീകരിക്കേണ്ട ആളോ? അല്ല. എന്നാൽ നമുക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അങ്ങനെയാണ്. ആൺകുട്ടികൾ പൊതുവെ അവനവൻ്റെ പേര് വെക്കും. സന്തോഷം, നല്ലത്. ചിലരൊക്കെ അച്ഛൻ്റെ പേര് പിന്നാലെ വെക്കാറുണ്ട്. വിജയൻ, കൃഷ്ണൻ ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ അവൻ്റെ പേര് വിജയൻ, അച്ഛൻ്റെ പേര് കൃഷ്ണൻ. സന്തോഷം, നല്ലതാണ്. അതുപോലെ ചില പെൺകുട്ടികളും വെക്കും. നല്ലത് തന്നെ, എനിക്കൊരു വിരോധവും ഇല്ല. രമ കേശവൻ. അപ്പം രമ എൻ്റെ പേര്, കേശവൻ അച്ഛൻ്റെ പേര്. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് അമ്മയുടെ പേര് വെക്കണില്ല? നിന്നെ 10 മാസം വയറ്റിലിട്ട് പെറ്റ് പുറത്തിട്ടതാരാ? ആരാ? അമ്മയാ, അച്ഛനല്ല. അച്ഛനെ ബഹുമാനിക്കേണ്ടതെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് അമ്മയുടെ പേര് വെക്കണില്ല? ചോദ്യം 1. ഒന്നാമത്തെ ചോദ്യം. അവിടെ അമ്മേനെ തഴഞ്ഞു. എന്നിട്ട് ആരെ സ്വീകരിച്ചു? അച്ഛനെ സ്വീകരിച്ചു. ഇല്ലേ? അതെ. കുറേ മുമ്പ് ഒരു സിനിമ ഉണ്ടായിരുന്നു അമ്മയുടെ പേര് വെച്ചിട്ടുള്ള. എന്താ, ബാബാ കല്യാണി എന്നാറ്റോ പറഞ്ഞിട്ട്. കുറേ മുമ്പ് ഒരു പഴയ സിനിമ. അതെ, അതാ വേണ്ടത്. അത് നല്ലതാ, സുഖ. കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖ. അവൻ്റെ പേര് ബാബ, അമ്മയുടെ പേര് കല്യാണി, ബാബാ കല്യാണി. നല്ലതാ, സുഖം. അമ്മയുടെ പേര് കേൾക്കുമ്പോൾ ഒരു സുഖം. അച്ഛൻ്റെ പേര് കേൾക്കുമ്പോൾ സുഖമില്ല എന്നല്ല പറയണത്. എന്നാലും അമ്മയ്ക്കാണല്ലോ കുറച്ചും കൂടി കേമത്വം കൂടുക. അത് ഏതായാലും അച്ഛനെ വെച്ചുല്ലോ, നന്നായി. കുറച്ചു കാലം കഴിയുമ്പോൾ അവളെ കെട്ടിയൊരുത്തൻ ഒട്ടനെ അച്ഛനെ അങ്ങോട്ട് ഉപേക്ഷിച്ചു, അവൻ്റെ പേര് വെച്ചു. എന്തു മഹാപാപാത്!
അതിനേക്കാൾ നല്ല അച്ഛനെ കൊല്ലണമല്ലേ? ഒരു കത്തി എടുത്ത് അച്ഛനായിട്ട് കുത്തി കൊന്നാൽ ഇതിനേക്കാൾ നല്ലതാ. എന്ത് തോന്നിയ എന്താ ഇതിൻ്റെ അർത്ഥം? എനിക്ക് എത്ര ആലോചന മനസ്സിലായിട്ടില്ല. കാരണം ഈ വിവാഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഒപ്പിട്ടപ്പോൾ അവൻ ഭർത്താവായി. വേറൊരു കടലാസിൽ ഒപ്പിട്ടാലോ അവൻ മുൻ ഭർത്താവാകും, അവൾ മുൻ ഭാര്യയാവും. ആവില്ലേ? ഇല്ല. ഡൈവേഴ്സ് ചെയ്തൂടെ? ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ അച്ഛനെ മാറ്റാൻ പറ്റുമോ? അച്ഛനെ മാറ്റാൻ ഏതെങ്കിലും നിയമമുണ്ടോ? എനിക്ക് അച്ഛനെ ഒന്ന് മാറ്റി തരണം, എനിക്ക് അമ്മേനെ ഒന്ന് മാറ്റി തരണം. പിന്നെ എന്ത് വകയിലാണ് ഇത് ചെയ്യണത്? ആർക്കെങ്കിലും അറിയിച്ചാൽ ഒന്ന് പറഞ്ഞു തരും. എന്നാൽ ഇനി നമ്മളൊക്കെ ദിവസവും അങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ, ദിവസം എത്ര സ്ഥലത്താണ് ഈ വിഡ്ഢിത്തരം എത്ര സ്ഥലത്ത് പറയും. അഥവാ ഇത് തെറ്റാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അറിയിച്ചാൽ ഒന്ന് പറഞ്ഞു തരൂ. നേരെ മറിച്ച് ആദ്യം അച്ഛൻ്റെ പേര് വെച്ചിട്ടില്ല വെച്ചാൽ പിന്നെ ആരെയോ പേര് വെച്ചോട്ടെ, ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ അച്ഛൻ്റെയോ ഭർത്താവിൻ്റെ അമ്മയുടെയോ ആരെ പേര് വേണിച്ചാൽ വെച്ചോട്ടെ, നമുക്ക് വിരോധമില്ല. പക്ഷെ അച്ഛൻ്റെ പേര് വെച്ചാൽ അത് ഒഴിവാക്കിയിട്ട് ഭർത്താവിൻ്റെ പേര് വെക്കാൻ കാരണം എന്ത്? ചോദ്യം 2. ചോദ്യം 3, ഈ ഭർത്താവ് ഭാര്യൻ്റെ പേര് വെക്കുവോ? ഇതിനാരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിൽ, വലിയ വേദാന്ത വിഷയമൊന്നും അല്ല. മാണ്ഡൂക്യ കാരികയിൽ എന്താണ് ഗൗഡപാദാചാര്യർ പറഞ്ഞത്? ഞങ്ങൾക്ക് അറിയില്ല സ്വാമി എന്ന് പറയാം. ഇത് ലൗകികമായൊരു വിഷയമാണ് നിങ്ങളോട് ചോദിച്ചത്. ആർക്കെങ്കിലും അറിയിച്ചാൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഇത് വീണ്ടും വീണ്ടും ചോദിച്ച് ഇങ്ങനെ നടക്കില്ല. ആർക്കെങ്കിലും അറിയിച്ചൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾക്ക് വിരോധമൊന്നും തോന്നരുത്. ഈ പണി ചെയ്തവർ തന്നെയാണ് ഈ കൂട്ടത്തിലും കൂടുതൽ. അതിനേക്കാൾ നല്ലൊരു കത്തി എടുത്ത് അച്ഛനെയാണ്ട് കൂത്തിയാണ് കൊല്ലുക. എന്തൊരു അപമാനം അതൊന്നും. നാട്ടു നടപ്പാണ്. അത് തന്നെയാ പറഞ്ഞത്. അതാണ് നാട്ടു നടപ്പ്. അതാണ് നാട്ടു നടപ്പ്. അത് തന്നെയാണ് ഈ പറഞ്ഞേ. അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് നാട്ടു നടപ്പ്. അത് തന്നെയാണ് നാട്ടു നടപ്പ്. അതെങ്ങനെയാന്നാ ചോദിച്ചേ? അറിയാത്തോണ്ട് ചോദിച്ചാ. നാട്ടു നടപ്പാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞത്. നാട്ടിൽ നടക്കണതാണ് അങ്ങോട്ട് പറഞ്ഞത്. കുട്ടിക്ക് അച്ഛനാണ് കുട്ടിക്ക് പേരിട്ട് കൊടുത്തത്. ഗുരുനാഥനാ പേരിട്ട് കൊടുത്തത്. ഞാൻ ഒരു 10,000 2,000 കുട്ടികൾക്കെങ്കിലും പേരിട്ടുണ്ടാവും ഇത്രയും കാലത്തിനിടയ്ക്ക്. 2,000 ഒന്നും ആവില്ല, അതിലധികം കുട്ടികൾക്ക് ഞാൻ പേരിട്ടുണ്ടാവും. അപ്പോഴോ അവരൊക്കെ പേരിൻ്റെ പിന്നാലെ ചിദാനന്ദപുരി എന്ന് വെക്കുക. ഹേമാ ചിദാനന്ദപുരി, ശ്രീവിദ്യ ചിദാനന്ദപുരി. ഞാനിട്ട് കൊടുക്കണ ഒരുപാട് ശ്രീദേവി, ശ്രീവിദ്യ, ശ്രീലക്ഷ്മി, ഇതൊക്കെയാണ് കൂടുതൽ. ഉണ്ടോ? അങ്ങനെ വെക്കുമോ? അതില്ല. പിന്നെ എന്താ? അതെ, അതെന്തുകൊണ്ട് അമ്മേനെ ഒഴിവാക്കിയെന്നാ ചോദ്യം. ശരി, പോട്ടെ. ശരി, സന്തോഷം. അച്ഛനെ ബഹുമാനിക്കണത് ഏറ്റവും നല്ലതാണ്. കാരണം മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. സന്തോഷം. അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ അച്ഛനെ ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് വേറൊരുത്തൻ്റെ പേര് വെക്കുന്നത്? അതും ഡിവോഴ്സ് ചെയ്യാൻ സാധ്യതയുള്ള ഒരുത്തൻ്റെ. എങ്ങനെയാ? കുറവൊന്നുമല്ല, അങ്ങനെയൊക്കെ തിരിച്ചും വെക്കണം. അതാ പറഞ്ഞേ. മിനിയാന്നൊരു സംഭാഷണം. വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു ഡോക്ടറാണ്, ഒരു ഡെർമറ്റോളജിസ്റ്റാണ്. അവർ ഈ സർജറിയിലും വലിയ പ്രാഗൽഭ്യമുള്ള ആളാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നത് ഡെർമറ്റോളജിയാണ്. അവരുടെ അടുത്ത് വന്നൊരു കേസ്, അതായത് കല്യാണം കഴിഞ്ഞ ഉടനെ യവൻ്റെ പേര് ടാറ്റു അടിച്ചത്ര, ഡിവോഴ്സായി. ഇനിയിപ്പോൾ ഈ ടാറ്റു എന്ത് ചെയ്യുന്നതാണ്? എന്താ നല്ല കുത്തലാ കുത്തിയെ, പുറംതൊലി ഒളിച്ചിട്ട് കാര്യമില്ല, ഡിവോഴ്സായി. ഇനിയിപ്പോൾ വേറെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഇതാ കാണുക. ഇത് പിന്നെ ഇപ്പോൾ സാധാരണ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് കാര്യമില്ല.
അടിവരെ മുറിച്ച് എടുത്ത് വേറെ ഫിറ്റ് ചെയ്യണം. എന്തിനാ ഈ പണിയൊക്കെ എന്നാണ് ചോദിച്ചത്. ഇനി രണ്ടുപേരും തമ്മിലൊരു പരസ്പര കരാറിൻ്റെ അടിസ്ഥാനത്തിൽ എവൻ്റെ പേര് എവളും എവളുടെ പേര് എവനും കൊത്തിവെക്കാൻ വെച്ചാൽ സന്തോഷം, അത് സന്തോഷമാണ്. പക്ഷെ അതൊട്ട് കാണുന്നില്ല, വൺ സൈഡഡാണ് ഇതൊക്കെ. എന്താന്നുള്ളതാണ് ചർച്ചാ വിഷയം. അത് വേദാന്തമല്ല. അപ്പം അതെന്താ, സ്വാമിക്ക് വേദാന്തത്തിൽ വല്ലതും പറഞ്ഞുകൂടെ? ഇത്യാദി ഏടാകൂടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുടുംബകലഹം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയും സ്വാമിയുടെ അടുത്തുണ്ട് എന്നാണ് ചിലർ പറയണത്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ഇനി വേറെ എവിടെയും ചോദിക്കില്ല. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നാട്ടു നടപ്പാന്ന് കിട്ടിയിട്ടുണ്ട്, അതുണ്ട്. പിന്നെ സംരക്ഷിക്കുന്നത് അയാളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംരക്ഷിക്കുന്നതിനനുസരിച്ചൊക്കെ പേര് മാറ്റുക പറഞ്ഞാൽ കുറച്ച് വിഷമമാണ്. അതും കാലം മാറിപ്പോയി, അതും വയ്യ, ഒക്കെ വിഷമം തന്നെയാണ്. ആർക്കെങ്കിലും ഉത്തരം എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ രഹസ്യമായിട്ടൊന്ന് പറഞ്ഞു തരിക. ഉത്തരം കിട്ടിയാൽ നാട്ടു നടപ്പൊന്നും കേൾക്കണ്ട, നാട്ടു നടപ്പാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് പറയണത്. അച്ഛൻ്റെ വെക്കണേന് ഒരു വിരോധം പറഞ്ഞിട്ടില്ലേ, അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. അച്ഛൻ്റെ വെക്കണേന് വിരോധം പറഞ്ഞിട്ടില്ലേ, അത് മാറ്റണേലാ വിരോധം. അച്ഛനെടുത്താണ്ട് വലിച്ചെറിഞ്ഞിട്ട് വേറെ എടുത്തിനെ കയറ്റി വെക്കുന്നു, അതാണ് വിരോധം. അച്ഛൻ എന്നും അച്ഛനല്ലേ, അമ്മ എന്നും അമ്മയല്ലേ, അവരല്ലേ പ്രപൂജ്യർ. അത് കഴിഞ്ഞല്ലേ മറ്റു ദൈവമുള്ളൂ. അമ്മയും അച്ഛനും കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. അത് മാറ്റാനും വയ്യ. ചിന്തിക്കുക. അതിരിക്കട്ടെ. ഇപ്പം ഇതൊക്കെ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ഞാൻ ആരെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പലതുമാണ് പറയണത്, ഇങ്ങനെ പലതുമാണ് പറയണത്. ഒക്കെ താതാത്മ്യങ്ങളാണ്, താത്കാലികങ്ങളായ ദേശകാലങ്ങൾക്കനുസരിച്ച് മാറുന്ന താതാത്മ്യങ്ങൾ. ഇതിൽ നിന്ന് ഭിന്നമായി ഞാൻ ആര് എന്നുള്ളതിന് മറുപടി ഞാൻ തന്നെ. അതാണ് ആരാ ഞാൻ ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലൊക്കെ മാറാതെ നിൽക്കുന്നവനാണ്. ഞാൻ ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളെ അറിയുന്നവനാണ്. ആദ്യം പറഞ്ഞ സത്ത്, രണ്ടാമത് പറഞ്ഞ ചിത്ത്. ഞാൻ പരമപ്രേമത്തിനാസ്പദമാണ്. അതായത് ഞാൻ ഏറ്റവും അധികം പ്രേമിക്കുന്നത് എന്നെ തന്നെയാണ്. ആ ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴാണ് ആനന്ദസ്ഫുരണം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് സുഷുപ്തിയിൽ. ഇത്രയും എല്ലാവർക്കും വിചാരം ചെയ്യാലോ. ഇതാ ഞാൻ സത്താണ്, ഞാൻ ചിത്താണ്, ഞാൻ ആനന്ദമാണ്. മറ്റതൊക്കെ ഓരോ വേഷം കെട്ടുന്നു, ഒരു സ്റ്റേജിൽ വരുന്നു, അപ്പോൾ ആ വേഷം അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെന്താ ഉള്ളത്? ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാ വിഡ്ഢിത്തരം? ഓരോ വേഷം കെട്ടി വരുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചോളുക. അത് കഴിഞ്ഞാൽ അഴിച്ചു വെച്ചോളുക. അടുത്ത വേഷം കെട്ടുമ്പോൾ അതിനോട് നീതി പുലർത്തുക, അത് അഴിച്ചു വെക്കണവരെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ പരം താതാത്മ്യം തോന്നിയപ്പോൾ എന്താ ചെയ്യുക? ഇത് തന്നെയാണെന്നാണ് തോന്നിയപ്പോൾ എന്താ ചെയ്യുക? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ചിലർക്ക് ഈ വക വിചാരം തന്നെ ഇഷ്ടാവില്ല. ഇതൊക്കെ സ്വാമി കുടുംബം കലക്കാനുള്ള ഉപദേശങ്ങളാണ് ഇപ്പോൾ സ്വാമി പറയണത് എന്ന് ചിലർക്ക് തോന്നും. വേദാന്തം പഠിക്കാൻ ആരെങ്കിലും വിളിച്ചുവോ? വരുമോ? ഇല്ലല്ലോ, ഇല്ല. ഇവിടെ ഉണ്ട് എന്നുള്ള അറിയിപ്പുണ്ട്, അത് കേട്ടിട്ട് വന്നവരാണ്. അപ്പോൾ ഇത് കേൾക്കുക തന്നെയല്ല, അതിപ്പോൾ എന്ത് ചെയ്യാനാ? കാരണം പലർക്കും ഇതൊക്കെ ചിന്തിക്കണ ഭയപ്പാടുണ്ടാക്കുന്നതാ. ഒരൊറ്റ ദിവസം 30-ലധികം സിനിമ ഷൂട്ട് ചെയ്ത മഹാനാണ് മലയാളത്തിലുണ്ടായിരുന്ന പ്രേം നസീർ. ഒരു ദിവസം 32
30-ലധികം എന്ന് പറഞ്ഞാൽ 32 സിനിമകളിൽ ഒരു ദിവസം കുറച്ച് നേരമല്ലേ ഉണ്ടാവുള്ളൂ, 5 മിനിറ്റ് 10 മിനിറ്റ്. അത് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിൽ പോയി അവിടെയായി. ഇതൊക്കെ മിക്കവാറും ഒന്നൊക്കെ തന്നെയായിരിക്കും. ഒന്നിൽ പത്രോസായിരിക്കും, മറ്റേൽ രാമനായിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ എങ്കിലും ആ താതാത്മ്യം ഉണ്ടല്ലോ, അപ്പം തന്നെ അഴിച്ചു. അടുത്തേലോ ഇത്രയൊക്കെ നമ്മളൊക്കെ തന്നെ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ സ്വാമി അത് സിനിമാഭിനയല്ലേ, ഇതൊക്കെ ഇപ്പോൾ ഒരു നാടകമല്ലേ? അല്ലാന്ന് ചിന്തിക്കുക. അഹോ നാടകം അല്ലേ, ഇതൊക്കെ നാടകം തന്നെയാണ്. അതിലോരോ വേഷം, ഓരോ രംഗം കർട്ടൻ ഉയർത്തുമ്പോൾ ഭംഗിയായിട്ട് അഭിനയിച്ചോളാം. കർട്ടൻ താത്തുമ്പോൾ പിന്നെ എന്തൊക്കെയാ വർത്താനം, നന്നായിരുന്നു ഇല്ലേ, പൊണ്ടാനായി, ശരി, റൈറ്റ്, ഒക്കെ തയ്യാറായി നന്നു, ഇത്രയേ ഉള്ളൂ. ഇതല്ല, ഇതിൽ കവിഞ്ഞ് സത്യത്വമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരിക, എന്നാൽ നല്ലതാണ്. ശരി, സ്വസ്വരൂപാനുസന്ധാനം. അപ്പം ഇതിൽ നിന്നൊക്കെ മാറി ഞാൻ സച്ചിദാനന്ദമാണ് എന്നുള്ള അത് മാറുന്നതല്ല, മറ്റൊക്കെ മാറും, മറ്റതെല്ലാം മാറുന്നതാ. നമ്മൾ ഈ കുപ്പായം പെട്ടു, കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് മാസം കഴിഞ്ഞാൽ ഈ കുപ്പായം അഴിച്ചു വെച്ചു എന്ന് വിചാരിക്കുക. അപ്പം ഇതിന് മുമ്പെടുത്ത കുപ്പായോ നമുക്കറിയില്ല. അന്ന് വേറെ കുപ്പായത്തിൽ വേറെ റോളിലായിരുന്നു അഭിനയം. ചിലപ്പോൾ ഞാൻ അച്ഛനായി വന്ന ആളുടെ അച്ഛനായിട്ട് കഴിഞ്ഞ കുപ്പായം ഇട്ടപ്പോൾ ഇരുന്നിട്ടുണ്ടെങ്കിലോ, ഏതാപ്പോൾ ശരി, അതാണോ ശരി, ഇതാണോ ശരി? ചിന്തിക്കുക. എൻ്റെ അച്ഛനായി കുപ്പായ ഇട്ട ആളുടെ അച്ഛനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു വെച്ചാൽ ഇതിലിപ്പോൾ ഏതാപ്പോൾ ശരി? ഒക്കെ പ്രശ്നം തന്നെയാണ്. അപ്പം മാറാത്തത് ഒറ്റയൊന്നേ ഉള്ളൂ, അത് ഞാൻ സത്ത് ചിത്ത് ആനന്ദം, അതിൽ മാറ്റമില്ല. മാ ശബ്ദയുഗ കൽപ്പേഷു ഗതാഗമ്യേഷു അനേകഥാ നോദേതി നാസ്തമേതി. വിദ്യാരണ്യ സ്വാമികൾ പറയും, മാസം കഴിഞ്ഞാലും കൊല്ലം കഴിഞ്ഞാലും യുഗങ്ങൾ കഴിഞ്ഞാലും കൽപ്പങ്ങൾ കഴിഞ്ഞാലും ഇതിൽ മാറ്റമില്ല. മറ്റത് ഓരോ കുപ്പായിട്ട് വരുമ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഓരോ തിരക്കഥയിലെ ഓരോ രംഗം അനുസരിച്ച് അങ്ങനെ നടിച്ചോളാം, അത്രയേ ഉള്ളൂ. എന്നാൽ സച്ചിദാനന്ദമാണെന്നുള്ളതിൽ യാതൊരു മാറ്റവും ഇല്ല. അതെല്ലാവർക്കും ഒന്ന് മാറിയിരുന്ന് ചിന്തിക്കുക, ഞാൻ ആരെന്ന്. ഈ മസാലേൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് മാറണം, ഒന്ന് മാറി ഞാൻ ആര്. അപ്പോഴാണ് ഈ പറഞ്ഞ ശൈശവ നിരൂപണം, ബാല്യ നിരൂപണം, കൗമാര നിരൂപണം, യൗവന നിരൂപണം, വാർദ്ധക്യ നിരൂപണം, ഈ അവസ്ഥകളിലൊക്കെ അനുഭവങ്ങൾ ഭിന്നങ്ങൾ, രൂപങ്ങൾ ഭിന്നങ്ങൾ, നാമങ്ങൾ ഭിന്നങ്ങൾ, എല്ലാ അനുഭവങ്ങളും ഭിന്നങ്ങളാണ്. നമ്മളോടുള്ള വ്യവഹാരം ഭിന്നം ഇല്ലേ? ശിശു ആയപ്പോൾ നമ്മളോട് സമൂഹം ചെയ്ത വ്യവഹാരമാണോ നമ്മൾ യൗവനത്തിലുള്ളപ്പോൾ ചെയ്യുക? ഇല്ല. യൗവനത്തിൽ നമ്മളോട് ചെയ്ത വ്യവഹാരമാണോ വാർദ്ധക്യത്തിൽ ചെയ്യുക? അല്ല. ഇപ്പം നമുക്ക് വാർദ്ധക്യത്തിൽ നമ്മുടെ ഉള്ളിൽ ശിശുവുണ്ട്, ഇല്ല? ഇല്ലേ? ഉണ്ട്. പക്ഷെ ലോകരതിനെ തിരിച്ചറിയില്ല. ഇപ്പം എൻ്റെ ഉള്ളിലുള്ള ശിശുവെ ഞാൻ തിരിച്ചറിയും, പക്ഷേ മറ്റുള്ളവർ തിരിച്ചറിയോ? ഇല്ല. ഇപ്പം ഞാൻ നടന്നു പോകുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കണടുത്ത് എത്തിയാൽ ഒന്ന് കാലുകൊണ്ടൊക്കെ തട്ടി കളിച്ച് പോകും. ഈ സ്വാമിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് തോന്നണോ എന്ന് കാണുന്ന ആൾ പറയും, ഉറപ്പ്. കാരണം ഇയാൾ ഇത്രയും പ്രായമായി ഒക്കെ നരച്ചു, മാത്രമല്ല ഇയാൾ സന്യാസിയാണ്, എന്നിട്ട് കണ്ടോ ചളിവെള്ളത്തിൽ ചവിട്ടി കളിക്കണ. എടേ, എൻ്റെ ഉള്ളത്തെ ശിശുവിനെ സന്തോഷിപ്പിക്കാൻ അയാൾക്ക് കഴിയുക? എന്താ ആൾ തിരിച്ചറിയാത്ത? അപ്പം വ്യവഹാരം മാറി ഇല്ലേ? അതെ, വ്യവഹാരം മാറി.
ചിന്തിക്കുക. പക്ഷേ ഞാൻ മാറണില്ല. ഈ ഞാനിനെ പിന്തുടരുക. എങ്ങനെ? വിചാരത്തിലൂടെ. ഞാനാര്? ഈ വിചാരം ആണ് ഭക്തി. വിചാരത്തിലൂടെയാണ് ഈ അനുസന്ധാനം സാധിക്കുള്ളൂ. അടുത്ത ഘട്ടം, ഈ ഞാൻ സച്ചിദാനന്ദമാണെന്ന് അറിഞ്ഞു. സച്ചിദാനന്ദമാണ് ഞാൻ. ആ സച്ചിദാനന്ദമായിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ജീവഭാവത്തെ പ്രാപിച്ചിരിക്കുന്നത്? അപ്പോൾ ഉപാധിഗതമായ ഭാവമാണ്. കണ്ണാടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന സൂര്യന് പ്രകാശമുണ്ട്, ഉണ്ടല്ലോ ഇല്ലേ? കണ്ണാടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന സൂര്യന് പ്രകാശമുണ്ട്. ആ കണ്ണാടി മഞ്ഞ കണ്ണാടിയാകുമ്പോൾ മഞ്ഞപ്രകാശം, നീല കണ്ണാടിയാകുമ്പോൾ നീലപ്രകാശം എന്നിത്യാദി ഭേദങ്ങളും ഉണ്ട്. പക്ഷെ പ്രകാശത്തെ നിഷേധിക്കാൻ പറ്റില്ല. ഇതുപോലെ ഞാൻ സച്ചിദാനന്ദെന്ന് നേരത്തെ മനസ്സിലാക്കി, അതുപോരാ. ഈ സച്ചിദാനന്ദം എങ്ങനെ ജീവഭാവത്തെ പ്രാപിച്ചു? ഇപ്പൊ ചിദാഭാസഭാവത്തെ, സ്വാഭാവികമായ ഭാവത്തെ പ്രാപിച്ചിരിക്കുമ്പോഴും പരമാർത്ഥത്തിൽ ഞാൻ ആരാണ്? അപ്പൊ സ്വാത്മതത്വത്തിലേക്ക് വിചാരം പോകും. ആദ്യം സ്വസ്വരൂപാനുസന്ധാനമാണ്. ആ സ്വസ്വരൂപാനുസന്ധാനമാണ് സച്ചിദാനന്ദം എന്നുള്ള ബോധത്തിലേക്ക് എത്തിയത്. അടുത്തത് അതിൻ്റെ തത്വത്തിലേക്ക് പോവുകയാണ്. കണ്ണാടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന പ്രതിബിംബിത സൂര്യൻ്റെ തത്വം എന്താണ് എന്ന് വിചാരം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനെ തള്ളുന്നു? കണ്ണാടിയെ തള്ളുന്നു. എന്നിട്ട് സൂര്യൻ്റെ സ്വരൂപത്തിലേക്ക് എത്തുന്നു. ആ സൂര്യൻ ഏകനാണ്. കണ്ണാടികൾ 1000 പ്രതിബിംബിത സൂര്യന്മാർ 1000 ഉണ്ടായിരുന്നു. ഈ പറയുന്നിടത്ത് കുപ്പായവും ഇല്ല, ഒന്നുമില്ല, എല്ലാ കുപ്പായവും ഒരു. അപ്പോ സ്വാത്മതത്വം എന്താണ്? ഇപ്പൊ സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ പോരാ, അത് നേരത്തെയാ. ബ്രഹ്മമാണ്, അഖണ്ഡ പരമാത്മാവാണ്. ഉപാധിഗതമായ ഭാവത്തിൽ ഞാൻ ജീവൻ, ഈ ജീവന്റെ സ്വരൂപം സച്ചിദാനന്ദമാണെന്നൊക്കെ നേരത്തെ മനസ്സിലാക്കി. ഇപ്പൊ അതിൻ്റെ തത്വാന്വേഷണം എന്നെ നയിച്ചത് ഉപാധിയെ അതിക്രമിച്ചിട്ടുള്ള പാരമാർത്ഥിക ഭാവത്തിലേക്കാണ്. ഈ സ്വാത്മതത്വാനുസന്ധാനമാണ് ഭക്തി എന്ന് വേറെ ചിലർ പറയുന്നു. അപ്പോൾ സ്വരൂപാന്വേഷണം, താൻ സച്ചിദാനന്ദമാണെന്ന കണ്ടെത്തൽ, ആ കണ്ടെത്തൽ വരെയുള്ളതായ, അല്ലെങ്കിൽ ആ തിരിച്ചറിവിൽ സന്തോഷമായി ജീവിക്കുന്ന ആ അനുസന്ധാന പ്രകൃതിയാണ് ഭക്തിയുടെ ലക്ഷണമെന്ന് ചിലർ പറയുന്നു. എന്നാൽ അതിനുമപ്പുറത്ത് സർവ ഉപാധികൾക്കും ഉപരിയുള്ള തൻ്റെ പാരമാർത്ഥികമായ ഭാവം, അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ആ പാരമാർത്ഥിക തത്വത്തിൻ്റെ അനുസന്ധാനമാണ് ഭക്തി എന്ന് വേറെ ചിലർ പറയുന്നു. ഇത് രണ്ടും തനിക്ക് സ്വീകാര്യമായതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടും ശരിയാണ്. ഇതാണ് ഭക്തി. അപ്പം നമ്മൾ സാധാരണ മനസ്സിലാക്കണ ഭക്തി എന്നുള്ളതിനൊക്കെ മാറിപ്പോ ഇല്ലേ? സാധാരണ ഇപ്പോൾ ഭക്തിശാസ്ത്രങ്ങളിൽ പറയുക ഈശ്വരനിലുള്ള പ്രേമമാണ് ഭക്തി എന്നൊക്കെ പറയും. ഒക്കെ ശരിയാ, അവിടെ അത് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ അപ്പോൾ അതല്ല. ഈ സ്വരൂപാനുസന്ധാനമാണ് ഭക്തി, ഈ സ്വാത്മതത്വാനുസന്ധാനമാണ് ഭക്തി. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഓർമ്മിക്കണം. പരമമായ വേദാന്ത വിചാരത്തിൻ്റെ ആ പരമമായ അവസ്ഥയാണ് വാസ്തവത്തിൽ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്.
സ്വാത്മതത്വാനുസന്ധാനം ഭക്തിരിത്യപരേ ജഗുഹു. അപരേ വേറെ ചിലർ, ജഗുഹു പറഞ്ഞിരിക്കുന്നു. എന്ത്? സ്വാത്മതത്വാനുസന്ധാനമാണ് ഭക്തി എന്ന്. എന്ത് തന്നെയാച്ചാൽ അനുസന്ധാനമാണ് ഭക്തി. ഞാൻ ആര് എന്ന അനുസന്ധാനം, അത് പോയി ഞാൻ അഖണ്ഡമായ അപരിമിതമായ പരമാത്മാവ് തന്നെ എന്ന അനുസന്ധാനം. ഇതാണ് ഭക്തിയുടെ പരമാവസ്ഥ. സച്ചിദാനന്ദം രണ്ടിൻ്റെയും ലക്ഷണം തന്നെയാണ്. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ, വിജ്ഞാനമാനന്ദം ബ്രഹ്മ എന്നിത്യാദി ശ്രുതിവാക്യങ്ങൾ ബ്രഹ്മലക്ഷണമായിട്ട് സച്ചിദാനന്ദത്തെ പറയും. അപ്പം ജീവൻ്റെ സ്വരൂപം നിങ്ങൾ അതിനെയാണല്ലോ പറഞ്ഞത്, അതിനെയാണ്, മാറ്റമില്ല. ജീവോ ബ്രഹ്മൈവ നാപര. അപ്പം പിന്നെ ഇതിനെ വേർതിരിച്ച് പറഞ്ഞേ? അപ്പോഴാണ് പറയുന്നത് കണ്ണാടിയിൽ തട്ടി പ്രതിഫലിച്ചിരിക്കുന്ന സൂര്യനും വെളിച്ചമുണ്ട്, അതിന് ഭിന്ന ഭാവമൊന്നുമില്ല. പിന്നെ അതിലെന്താ വിശേഷം? കണ്ണാടിയുടെ വിശേഷങ്ങൾ ആ പ്രതിഫലിത സൂര്യനുണ്ടാവും. ഇപ്പം ചിതാഭാസന് ഉപാധിഗതമായ ഭാവങ്ങളുണ്ടാവും. ആ ഉപാധി അഴിച്ചു മാറ്റുമ്പോൾ കേവല ബ്രഹ്മസ്വരൂപം എന്നുള്ളത് അറിയും. ഇവിടെ നമ്മൾ വേറൊരു വിഷയം മനസ്സിലാക്കണം, നല്ല പോലെ ശ്രദ്ധിക്കുക. ഞാൻ സച്ചിദാനന്ദമാണ് എന്ന കണ്ടെത്തലിലേക്ക് നമുക്കൊരു ശാസ്ത്രത്തിൻ്റെയും സഹായം ആവശ്യമില്ല. എന്നാൽ ബ്രഹ്മവിഷയത്തിൽ വേദാന്തം മാത്രമാണ് പ്രമാണം. അപ്പോൾ അഹം ബ്രഹ്മ എന്നുള്ള ഐക്യബോധത്തിന് വേദാന്തം അനിവാര്യമാണ്, വേദാന്ത പ്രമാണം അനിവാര്യമാണ്. ഞാൻ സത്ത് ചിത്ത് ആനന്ദം എന്നറിയാൻ ഒരു വേദാന്തവും വേണ്ട, യുക്തിപൂർവം വിചാരം ചെയ്താൽ മതി. അവിടെ സത്ത് ചിത്ത് ആനന്ദമുള്ള പേരൊന്നും അറിയണ്ടാവില്ല, പേരൊക്കെ നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഞാൻ അപരിമിതമായ ബ്രഹ്മമാണ് എന്ന ബോധം, അതായത് ഐക്യബോധം, അതിന് ശാസ്ത്രപ്രമാണം അനിവാര്യമാണ്. ഈ വിഷയം നല്ലപോലെ ഉറയ്ക്കണം. എന്തിനാണ് ശാസ്ത്രം, എവിടെയാണ് ശാസ്ത്രം, ഇതിൻ്റെ സ്ഥാനം എന്നുള്ളതൊക്കെ ഈ ചർച്ചയിൽ നിന്ന് വന്നു ചേരും. ശരി, ഇത്രയാണ് ആ ഒരു വിഷയം. അപ്പം അവിടെ ഈ ഒരു ശ്ലോകം, ഒരു ശ്ലോകമല്ല 1.5 ശ്ലോകം സാധാരണയായി വേദാന്ത പ്രകരണങ്ങളിൽ ഈ സ്ഥാനത്ത് ചിന്തിക്കുന്നതല്ല. ഇപ്പം സാധാരണയായിട്ട് എന്താ ചിന്തിക്കുക? സാധാരണയായിട്ട് ചിന്തിക്കുന്നതും വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്കം, മുമുക്ഷുത്വം എന്നിവ ഉള്ള ആള് അത് കുറച്ച് കൂടാൻ കുറയാം, അതൊക്കെ ശരിയാണ്. ഗുരുനാഥനെ പ്രാപിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടരുന്നത്. ഇവിടെ ഈ 1.5 ശ്ലോകം ഭക്തിയെക്കുറിച്ചുള്ളൊരു വിചാരം വിവേക ചൂഡാമണിയുടെ വിശേഷമാണ്, വിശിഷ്ടതയാണ്. അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. തൽക്കാലം ഉപസംഹരിക്കാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം. ഈ